സോ ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലെഗ് ആണ്. ബാൻ വിയസ് PSG മാച്ച് ബാൻ എന്നാണ്. അതെ, സെക്കൻഡ് ലെഗ് ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. 4-5 ഇപ്പോൾ അഗ്രിഗേറ്റിലുള്ളത്. സോ ഇന്ന് എത്ര ഗോളും കൂടി അടിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 15 ഗോളെങ്കിലും വീഴാൻ ചാൻസ് ഉണ്ട്. അതെനിക്കറിയില്ല, പക്ഷേ നല്ല അറ്റാക്കിംഗ് ഗെയിം ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും ടോപ്പ് ഗെയിം ആയിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് ലെഗിലും ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് മത്സരം കണ്ടു. സെക്കൻഡ് ലെഗിലും അത് കാണാൻ പ്രതീക്ഷിക്കാം. പക്ഷേ സിമിയോണയുടെ വിജയത്തിൽ അങ്ങനത്തെ ബെസ്റ്റ് മാച്ചിലെന്നാണ് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞത് പുള്ളി. സോ പുള്ളി പറഞ്ഞത് ഡിഫെൻസീവ് ഇല്ലാത്ത ഒരു ഗെയിമാണ് ഞാൻ കാണുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഗെയിം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതെ, കാരണം ഇന്നലെ ആർസണൽ ജയിച്ചു. നല്ലൊരു ഗോൾ അടിച്ചാലേ കളി ജയിക്കുള്ളൂ പുള്ളിക്ക് മനസ്സിലായി കാണും. ബട്ട് അതല്ല, ഡിഫൻസും നല്ല ഗെയിമിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. ബട്ട് ഇന്നലെ ആർസണൽ ജയിച്ചത് ആർസണൽ ഡിസേർവ്ഡ് ആയിരുന്നു. ഗെയിം കണ്ടവർക്ക് അറിയാം. എന്താ പറയുക, അത്ലറ്റിക്കോൻ്റെ ഭാഗത്ത് നല്ലൊരു അറ്റാക്കിങ്ങോ നല്ലൊരു ഷോട്ടോ ടാർഗറ്റ് പോലും ഒരു ഫസ്റ്റ് ഹാഫിൽ വന്നിട്ട് പോലും ഇല്ലായിരുന്നു. സോ അത് ആർസണൽ ഡിസേർവ്ഡ് ആയ വിന്നാണ്. ബട്ട് ഇനി അടുത്ത ഫൈനലിൽ ആർസണലോ അല്ലെങ്കിൽ PSG ആണോ ബാൻ ആണോ ആർസണൽ വരികയെന്ന് സോ അർട്ടേറ്റയുടെ അണ്ടറിൽ ഒരു മേജർ ട്രോഫി അതെ UCL അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. UCL ഓർ പ്രീമിയർ ലീഗ് ഏകദേശം രണ്ടും ഇപ്പം അവരുടെ കയ്യിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ അടിക്കുമോ ഇനി അവർ പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ആർസണലിന് ഒരു കപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം 20 വർഷമായി ആർസണൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചിട്ട്. ആർസണൽ അടിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം സിറ്റിൻ്റെ ജയിച്ചിട്ട് പോയി. സിറ്റിക്കും സാധ്യത ഉണ്ടല്ലോ. സിറ്റി അടിക്കുകയല്ല, പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗ് സിറ്റിക്ക് തോന്നാറുണ്ട്. ബട്ട് കാരണം ഞാൻ പിന്നെ ഇത് ഓർക്കാണ്ടല്ലോ, ഇന്റർ കപ്പടിച്ചായിരുന്നു സിരിയ, അത് കഴിഞ്ഞ കളി. ഇപ്പം നിലവിൽ സാധ്യത എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കളിയിൽ എന്താവുന്നതാണ്. ഇന്നത്തെ കളിയിൽ PSG എനിക്ക് തോന്നുന്നത് ബയൺ ജയിക്കുന്നതാണ്. ബയൺ ആയിരിക്കും ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് എടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സീസണിൽ. പക്ഷേ ആർസണൽ ഡിസേർവ്ഡ് ആണ്, അത് സംഭവിക്കുന്നു. ബട്ട് നമ്മൾ ഗെയിമിൻ്റെ ഒരു കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വട്ടം ബയൺ ആയിരിക്കും ചാമ്പ്യൻസ് ലീഗ് എടുക്കാൻ തോന്നുന്നു. ഹാരികേന് ഒരു കപ്പ് എന്നുള്ള പദ്ധതി ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. ബയണിന് അഡ്വാൻറ്റേജ് ആണ്, കാരണം അവരുടെ ഹോമാണ്. നോക്കാം, കണ്ടറിയാം എന്താകുമെന്ന്. നമ്മളില്ലല്ലോ എന്തായാലും. സൗദി പ്രോ ലീഗിൽ ഇന്നലെ അൽ ഹിലാൽ ജയിച്ചു. സോ അതോടുകൂടി 77 പോയിൻ്റായി അൽ ഹിലാലിന്, 79 പോയിന്റ് അൽ നാസറിന്. ഇനി ആകെ 3 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ മത്സരം തീരാൻ. അഡ്വാൻറ്റേജ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ അഡ്വാൻറ്റേജ് എപ്പോഴും അൽ ഹിലാലിനാണ്. കാരണം അവർ തമ്മിലൊരു മാച്ച് ഉണ്ട്. ആ മാച്ച് ആര് ജയിക്കും അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അവസാനം നടന്ന മാച്ച് ജനുവരി 12-നാണ്. ആ മത്സരം അൽ ഹിലാൽ ജയിച്ചതാണ്, അത് 3 ഗോളിന്. സോ അൽ ഹിലാലിന് എപ്പോഴും ഒരു എന്താ പറയുക, ഈ സീസണിൽ തന്നെ പ്രോ ലീഗിൽ ഒരു മത്സരം പോലും തോക്കാത്ത ടീമാണ് അൽ ഹിലാൽ. സോ എനിക്ക് തോന്നുന്നത് ഈ വട്ടം 1 പോയിന്റിന് അൽ ഹിലാൽ കപ്പെടുക്കുന്നതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അൽ നാസർ കപ്പടിക്കും. അണ്ണനൊരു കപ്പ് എന്നുള്ള പദ്ധതി ഒന്നും നടക്കൂല എന്നാണ് പറയാനുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഹലാ മാഡ്രിഡ്. എസ്കൽ ബാർസ.